ഇതേപോലൊരു ആരോപണം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ചുറ്റുമുള്ള അത്രയും ക്യാമറന്റെ മുമ്പിൽ എന്റെ നിരപരാധിത്വമുണ്ടെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അങ്ങനെ ഫേക്ക് അലിഗേഷൻ കൊണ്ട് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ സത്യം പറഞ്ഞ മനസ്സിന് ഭാരം കൂടാണ് ആ വാർത്ത കാണുമ്പോൾ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. ബിഗ് ബോസിൽ പോയിട്ട് വന്നുകൊണ്ട് കുറെ സോഷ്യൽ മീഡിയ അറ്റാക്സും സൈബർ ബുള്ളിങ്ങും കമന്റ്സ്. എല്ലാവർക്കും നമസ്കാരം. എന്തോന്നടേ അക്ബർ, നീ എന്തോ പറയുന്നത്? അതുപോലെ ബിന്നി, സീരിയസ്ലി നിങ്ങളെ കണ്ടന്റ് ഞാൻ ആദ്യം വിചാരിച്ചു വിടാം, പോട്ടെ അങ്ങ് പോട്ടെ, എന്തെങ്കിലും പറഞ്ഞ് തൊലച്ചോണ്ട് പോട്ട്. പക്ഷെ അതങ്ങനെ അല്ല. ഇത് ഒരുമാതിരി അവസരം നോക്കിയിരുന്നിട്ട് അവസരം മുതലെടുപ്പ് നടത്തിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല. എനിക്കെന്തോ കണ്ടിട്ട് എനിക്ക് മനസ്സിൽ നിന്ന് ഈ സാധനം പോകുന്നുമില്ല. അങ്ങനത്തെ ഒരു സാധനം എനിക്ക് ഇങ്ങനെ ട്രിഗർ അടിച്ചുകൊണ്ടിരുന്നു. ഞാൻ അങ്ങനെയാണ് ഈ കണ്ടന്റ് ഇപ്പൊ ചെയ്യാനായിട്ട് ഇരുന്നത്. വേറെ ആദ്യം വിചാരിച്ചു വേറെ എല്ലാം ചെയ്യാം നോക്കാം എന്ന് പറഞ്ഞ് വിട്ട്. പക്ഷെ എന്റെ മനസ്സിൽ ഈ സാധനം കിടക്കുന്നതുകൊണ്ട് എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞിട്ട് പോവാതിരിക്കാൻ പറ്റുന്നില്ല. ഈ ബിന്നി ആയാലും ബിൻസി ആയാലും ശൈത്യ ആയാലും ബിഗ് ബോസ് സീസൺ 7 ബാക്കിയുള്ള സകലമന്ന കണ്ടസ്റ്റന്റുകളായാലും ബിഗ് ബോസ് സീസൺ 7 സൈബർ അറ്റാക്ക് നേരിട്ടു എന്ന് അവർ പുറത്തു വന്നിട്ട് സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട്. അതിലെ നൂറായാലും ആരായാലും നിങ്ങളൊക്കെ ചെയ്തു കൂട്ടിയ പരിപാടിക്കുള്ള നാട്ടുകാരുടെ തിരിച്ചറിയും കല്ലേറുമാണ് കിട്ടിയിട്ടുള്ളത്. അതാദ്യം സ്വയമേ മനസ്സിലാക്കി ചെയ്ത തെറ്റ് അറ്റ്ലീസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി എങ്കിലും കാണിക്കും. മനസ്സിലായോ? ഈ ബിന്നിയെ പറ്റിയിട്ട് ഏതെങ്കിലും മനുഷ്യൻ ആ ബിഗ് ബോസ് സീസൺ 7 നല്ലത് പറഞ്ഞിട്ടുണ്ടോ? പറയത്തില്ല. നിനക്ക് കുത്തിത്തിരിപ്പെന്ന പേര് വരെ കിട്ടി. ഈ അക്ബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റിയൽ മാനിപ്പുലേറ്റർ ആണ്. കാര്യങ്ങളെ വളച്ചൊടിച്ച് അവന്റെ പക്ഷത്താക്കി അവൻ വലിയ നല്ലവനെന്ന രീതിയിലുള്ള ആ ഒരു രീതിയിൽ വളച്ചൊടിച്ച് കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരുത്തനാണ് ഈ അക്ബർ നീ കാണിച്ചിട്ടുള്ളത് തെണ്ടിത്തനമാണ്. അതിന്റെ അപ്പുറം എനിക്ക് അതിൽ കുറഞ്ഞൊന്നും പറയാനില്ല. ഇപ്പോൾ നീ ഈ ദീപകിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെയും നിന്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നീ കണക്ട് ചെയ്ത് അനുമോളുമായിട്ടുള്ള വിഷയം, നിനക്ക് അനുമോളെ ചെളിവാരി അടിക്കാൻ വേണ്ടിയിട്ട് നീ അവസരം മുതലാക്കിയത് പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അവിടെയും നീ വീഴുന്നു മോനെ, നീ വീഴുന്നു. കാരണം നീ ആ ഒരു അവസരം മുതലാക്കിയതായിട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പിന്നെ ബിഗ് ബോസ് ഗെയിം അല്ല ഇവിടെ നടന്നിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ ജീവനെയും ജീവിതത്തിനെയും വെച്ചിട്ട് ഒരു മോള് കളിച്ച കളിയാണ്. അതാദ്യം മനസ്സിലാക്കുക. ഈ ബിന്നി ആയാലും വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസിൽ നേരിട്ട സൈബർ അറ്റാക്ക്. നിങ്ങൾ ചെയ്ത തെറ്റ് അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ ചെയ്ത തെറ്റ് മനസ്സിലാക്കും. നിങ്ങൾ കാട്ടിക്കൂട്ടിയ പരിപാടികൾക്കുള്ള റിസൾട്ടാണ് ജനങ്ങൾ നിങ്ങൾക്ക് അവിടെ തന്നുകൊണ്ടിരുന്നത്. ഒരിക്കലും ജനങ്ങൾ കാണാതെയല്ല. 24/7 ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കണ്ടുകൊണ്ടിരുന്നു തന്നെയാണ് ജനങ്ങൾ ഓരോ കാര്യങ്ങൾക്കും അഭിപ്രായം പറഞ്ഞതും നിലപാട് പറഞ്ഞതും അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അവർ തുറന്നു പറഞ്ഞത്. അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ്, അത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാന്യത ആദ്യം കാണിക്കും. അല്ലാണ്ട് വന്നിരുന്നിട്ട് എല്ലാം കൂടി അനുമോളെ നെഞ്ചത്ത് പിടിക്കുന്നു. വീണ്ടും ഇവരൊക്കെ ഒരുമാതിരി കമന്റ് ബോക്സിൽ ബിന്നി വലിയ കുഴപ്പമൊന്നുമില്ല. ബിന്നി ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് ഇടയിൽ കൂടി പറഞ്ഞു പോയപ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ അക്ബർ ദ റിയൽ മാനിപ്പുലേറ്റർ, അവസരം മുതലാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നവനാണ് ഇവൻ. സീരിയസ്ലി എനിക്ക് ഭയങ്കര പുച്ഛം തോന്നിയടാ. എന്തോന്നടേ നീ ബിഗ് ബോസും ഈ ഒരു ദീപകിന്റെ ഇഷ്യൂ ആയിട്ട് കണക്ട് ചെയ്ത് അത്രയും വെറും തരം താഴ്ന്ന പോകാനായി പോയല്ലോ നീ. അനുമോള് അവൻ അന്ന് മറ്റേ ബസ്സിലെ ജാക്കി വെക്കുന്ന ആ ഒരു ടൈപ്പ് രീതിയിൽ ഒരു ആരോപണം അനുമോള് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് അത് പറഞ്ഞു. അനുമോൾ ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ശരിയല്ല, അത് പറയേണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അവളുമായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് അനുമോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ ഞാൻ ഈ ക്യാമറ അത് ഇതൊന്നും നോക്കുന്നില്ല. ഇത്രയും വലിയ സൈസുള്ള ഒരുത്തം വന്ന് എന്റെ പടലേക്ക് വീഴുന്ന നടന്നപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. ഞാൻ വായിൽ അപ്പോഴും വന്നത് അതുപോലെ വിളിച്ചു പറഞ്ഞു. എനിക്ക് അതുപോലെയാണ് തോന്നിയത്. ഈ ബസ്സിൽ ഓരോരുത്തമ്മ ഇടിച്ചിടിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. അപ്പോഴും ഞാൻ അനുവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എടി ആ സ്റ്റേറ്റ്മെന്റ് അത്ര ശരിയല്ല, പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടെ അല്ല അക്ബർ ചെയ്തത്. അങ്ങനെ ഞാൻ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസല്ല എന്ന് തന്നെ ഞാൻ അനുമോളുടെ അടുത്ത് പറഞ്ഞു. സീരിയസ്ലി നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാല്ല. അപ്പൊ അനുമോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു അവസരത്തിൽ കയറിയിട്ട് ഈ മുതലെടുപ്പ് ഈ സജി നടത്തിയല്ലോ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ അനുമോള് തന്നെ പറഞ്ഞു, എടാ ഞാൻ അന്ന് അവൻ്റെ അടുത്ത് സോറി പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറ്റിപ്പോയതാണ്, അത് ആ ഒരു ഇതാണ്, അല്ലാതെ റീച്ചിനോ കണ്ടന്റിനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. അത് അപ്പോഴും അവൾ എൻ്റെ അടുത്ത് പറയുന്നു, അനുമോള് പറയുന്നുണ്ട് അവൾക്ക് അത് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി. മീൻസ് പുറത്ത് വന്ന് കിടന്നപ്പോൾ അവൻ ആ ഉദ്ദേശത്തോടെ എന്നല്ല, ആ ഒരു രീതിയിലാണ് വന്ന് പുറത്തോട്ട് ഇടിച്ചു വീഴുന്ന് കിടന്നത്. ഞാനാണ് ആട്ടുകുട്ടിയെ പോലെ ഇരിക്കുന്നത്, അവനാണ് ആനക്കുട്ടിയെ പോലെ ഇരിക്കുന്നത്. അത് അവൾ പറഞ്ഞില്ല, ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞ ഡയലോഗാണ്. അത് ശരിയാടി, നീ ആട്ടുകുട്ടിയെ പോലെ ആ ആനക്കുട്ടിയെ പോലെ ഇരിക്കുന്നുണ്ടെന്ന്. എടാ ഈ അക്ബർ എന്ന് പറയുന്നവൻ മുതലെടുപ്പിന്റെ അങ്ങേ അറ്റമാണവൻ. മുതലെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തന്നെ നിന്റെ ഈ ചീഞ്ഞ കേസ്, ഈ ദീപകിന്റെ കേസോട്ട് നിനക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ തോന്നി? നാണമില്ലേ? നീ ഈ അനുമോള സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കാണിച്ച പരിപാടി. അപ്പൊ നീയല്ല തൊട്ടിത്തനം കാണിക്കുന്നേ. ഇത് വീഡിയോ ആദ്യം കാണാം. ഹലോ ഫ്രണ്ട്സ്, ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്.
കാര്യം നിങ്ങളെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദീപക് എന്ന സഹോദരൻ ഒരു ഫേക്ക് അലിഗേഷന്റെ മാനസികാവസ്ഥ താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ ബിഗ് ബോസിനകത്ത് ഇതേപോലൊരു ആരോപണം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ചുറ്റുമുള്ള അത്തരം ക്യാമറന്റെ മുമ്പിൽ എന്റെ നിരപരാധിത്വമുണ്ടെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ കൊണ്ടുവരാൻ പാകത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ ശക്തിപ്പെടുന്നത് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അന്ന് അത് നേരിട്ട് കണ്ടിട്ട് പോലും തിരിച്ച് പ്രതികരിക്കാതിരുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട് അവിടെ. നെവിൻ ഒഴികെ. നെവിൻ മാത്രമാണ് എനിക്ക് വേണ്ടി സംസാരിച്ചത്. പുറത്ത് സോഷ്യൽ മീഡിയയിൽ ജാക്കി എന്ന ഓമന്റെ പേരിട്ടിട്ട് അതിനെ ആഘോഷമാക്കിയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരുടെയും ഈ വൃത്തികെട്ട ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഇതിനൊക്കെ പിന്നിൽ. ഇന്നും അത് മറ്റുള്ളവരുടെ ജീവനൊടുക്കാൻ പാകത്തിൽ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സംവിധാനിച്ച നിയമങ്ങൾ, അതിന്റെ പഴുതുകൾ മിസ്യൂസ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഒരു സ്ത്രീ പുരുഷനെതിരെ എന്തു പറഞ്ഞാലും അത് ആഘോഷിക്കപ്പെടുന്നുള്ളതാണ്. ഈ നിലയ്ക്ക് കാര്യങ്ങൾ മാറുന്നിടത്താണ് നമുക്ക് ആത്മഹത്യ ഇനിയും തുടരുക തന്നെ ചെയ്യും. എനിക്ക് തോന്നുന്നില്ല ഇതിവിടെ നിൽക്കുന്നു. ഇനിയും ആത്മഹത്യകൾ വരും. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ പോലും ഒരു ആരോപണത്തിനെതിരെ പ്രതികരിക്കാനും പോരാടാനുള്ള ധൈര്യം, മാനസിക നിലയൊന്നും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അത് ഓരോരുത്തരുടെയും മാനസിക ആരോഗ്യത്തിനനുസരിച്ചാണ്. അതില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ കാണിച്ചു വിടുന്നത് ഭയങ്കര ബോറാണ്. ഗാലറിയിൽ നിന്ന് കളി കാണുന്നവർ പോലെ അതല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും എഴുതി വിടാം, ആരെക്കുറിച്ച് എന്തും പറയാം. അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ ഒരു ചൂടും വേവൊക്കെ അറിയുള്ളൂ. ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. പ്ലീസ് ഇനിയെങ്കിലും നിങ്ങൾ നിർത്തും. എന്റെ പൊന്ന അക്ബറെ, ഉളുപ്പില്ലടാ. നീ ഏറി കയറാനുള്ള വഴിയാണോ നോക്കുന്നത്? ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം നിന്നെയൊക്കെ പറ്റിയിട്ട് ഒരു ചർച്ച അങ്ങോട്ട് പിന്നെ ഇല്ല. അതുകൊണ്ട് ഇനി കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് വരാനുള്ള പരിപാടിയാണോ കാണിക്കുന്നത്? എടേ, നിന്നെ പറ്റിയിട്ട് ഫസ്മിനെ ഒരു സാധനം കൊണ്ടുവന്നു. ഏത് ചാറ്റ് ടിൻഡറിന്റെ പരിപാടി. അന്ന് നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തു. എവിടെ കൂടി ഞാൻ വീഡിയോ എടുത്ത് നോക്ക്. നിന്നെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തില്ല എങ്കിലും പരസ്പര ഇഷ്ടത്തോടുള്ള ആ ഒരു പരിപാടി, അതാണ് നമ്മൾ അന്ന് പിടിച്ച ട്രാക്ക്. മനസ്സിലായ? എടാ, സത്യമായിട്ടും പറയാം, ഇത് ഊളപ്പരിപാടിയാണ് കാണിച്ചത്. ഇനി നീ ഫസ്മിനെക്കെതിരെ കേസും കോലാണ്ടിയായിട്ടൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, പിന്നെ ഒരു അപ്ഡേഷനും കണ്ടില്ല. ഒന്നും കണ്ടില്ല. എവിടെ പോയാ? മുങ്ങിയ അതുകൊണ്ട് എന്റെ പൊന്നളിയാ, ന്യായീകരിക്കാനാണെങ്കിൽ നീ വീഴും. നിന്നെ ഈ ഞരമ്പ് രോഗി എന്ന് പറഞ്ഞു എന്തോ ഒരു പേരിട്ട് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നീ പറഞ്ഞല്ലോ, രേണു സുധി സെപ്റ്റി ടാങ്ക് എന്ന് നീ വിളിച്ചില്ലേ? അങ്ങനെ ഒരു വട്ടപ്പേര് അവക്കിട്ട് കൊടുത്തില്ലേ? അതുപോലെ പലരെയും പറ്റിയിട്ട് നീ പാരഡി എന്ന് പറയുന്ന പേരിൽ പല അപരാധ പാട്ടുകളും പാടി തൊലച്ചില്ലേ? നീ പലരെയും സൈബർ അറ്റാക്ക് അങ്ങനെ ഇട്ട് കൊടുത്തില്ലേ? എന്റെ പൊന്നടയാവേ, നിനക്ക് ഉളുപ്പുണ്ടോ ഈ ഒരു സാഹചര്യത്തിൽ വന്നിട്ട് നിന്റെ ആ ചീഞ്ഞ വളി കേസുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്? നിനക്ക് സ്വന്തമായിട്ടൊരു ഉളുപ്പ് തോന്നുന്നില്ലേ? എങ്ങനെ തോന്നിയടാ? ആ വ്യക്തിയുടെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്രയും വലിയൊരു വിഷയത്തിന്റെ ഇടയിൽ നിന്റെ ഈ അപ്പി കേസ്, അതും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ, എന്നിട്ട് അവിടെ തന്നെ നിങ്ങളെല്ലാവരും തോളി കൈയിട്ട് പിരിഞ്ഞു, മാപ്പ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എങ്കിലും അനുമോള് ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് യോജിപ്പില്ല. ഞാൻ അത് അനുവിന്റെ അടുത്ത് തന്നെ പറഞ്ഞു, ആ സ്റ്റേറ്റ്മെന്റ് റോങ് സ്റ്റേറ്റ്മെന്റാ. അവൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ അവൻ വന്ന് ഇവളുടെ പെടലേക്ക് കൂടി കിടന്നപ്പോ അവളുടെ അടപ്പളവി അതുകൊണ്ടാണ് അവള് ദേഷ്യത്തിൽ പെട്ടെന്ന് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അമ്മാതിരി ആ ഒരു രീതിയിൽ വന്ന് പെരുമാറരുത് എന്നുള്ള സംഭവമാണ് അവൾ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് അവൻ ആ ഒരു ഫ്രസ്ട്രേഷനിൽ വന്നെന്നല്ല. അത് ബോധമുള്ളവർക്ക് മനസ്സിലാവും. ഇല്ലാത്തവർ മറ്റേ ഒരു രീതിയിലോ അനുമോൾ അങ്ങനത്തെ ഒരുത്തിയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വളച്ചൊടിക്കും. സീരിയസ്ലി നിനക്ക് തന്നെ നിന്നോടൊരു ഉളുപ്പ് തോന്നുന്നില്ല അക്ബറെ? ഇങ്ങനെയും കുറെ കിഴങ്ങന്മാരും. ഇനി നിന്നെ പറ്റിയിട്ട് കുറച്ച് ആരോപണം വന്നല്ല, അതിനൊക്കെ ആദ്യം മറുപടി കൊടുത്ത് തീർത്തിട്ട് ഇങ്ങോട്ട് വാ. ഇനി 1-2 കമന്റ്സ് ഒന്ന് വായിക്കാം. നിന്റെ കമന്റിന് ആദ്യം വായിക്കാം. പെരുമ്പാവൂരിൽ ബംഗാളികൾ കൂട്ടം കൂടി നിൽക്കുന്ന പോലെയാണല്ലോ ഫേക്ക് ഐഡികൾ നിരനിരയാ നിൽക്കുന്നത്. അതായത് ഇവനെ ആൾക്കാർ കുറ്റം പറഞ്ഞപ്പോൾ, ഇവന്റെ ഈ ഓഞ്ഞ വീഡിയോയും കൊണഞ്ച വീഡിയോയും കണ്ടപ്പോ നാട്ടുകാർ മൊത്തം എടുത്ത് പൊങ്കാലിട്ട്. അതൊപ്പം കണ്ടപ്പോ ഇവൻ പറയണ് തല്ലേ അത് ഫേക്ക് അക്കൗണ്ടാണ്. നാണമില്ലടാ. നിന്റെ ഓഞ്ഞ നിലപാട് കണ്ടപ്പോ നാട്ടുകാർക്കും തികഞ്ഞു. അതുകൊണ്ടാണ് സംഭവം. അതൊരു ഷോ ആണ് മിസ്റ്റർ. അവിടെ ലൈവായി ജനങ്ങൾ കാണുന്നതാണ്. അവിടെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു ചെയ്തു, മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ അപമാനിച്ച ഒരാൾ നിങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് മറ്റുള്ളവരെ വാക്കുകൊണ്ട് ഏറ്റവും അപമാനിച്ചിട്ടുള്ള അക്ബർ ആണെന്നാണ് ഈ കമന്റ് ഇട്ട വ്യക്തിക്ക് തോന്നിയിട്ടുള്ളത്. TV ഷോ വെച്ച് ഈ സംഭവം താരതമ്യം ചെയ്യരുത്. കേട്ടല്ലോ, പോങ്ങാൻ തന്നെ പറയല്ലേ. നീ വെളുപ്പിക്കാൻ നോക്കണ്ട അക്ബർ. ബിഗ് ബോസിൽ നീ കാട്ടിക്കുട്ടിയത് ജനങ്ങൾ കണ്ടതാണ്. അന്ന് അവൾ പറഞ്ഞതിന് മാപ്പ് പറഞ്ഞതുമാണ്. ഇപ്പോൾ അത് പൊക്കി വരേണ്ട ഒരു ആവശ്യവും നിനക്കില്ല. അതെ, അന്ന് അനു മാപ്പ് പറഞ്ഞതാണ്. എന്നിട്ടും അതിനെ പൊക്കി പിടിച്ച് ഇങ്ങനെ നീയല്ലടാ അവളെ ഇപ്പൊ സൈബർ അറ്റാക്കിന് ഇടാൻ ശ്രമിക്കുന്നത് നാറി. ഗെയിമിന്റെ അകത്തും പുറത്തും എന്നും എപ്പോഴും തന്നെ പോലെ സിറ്റുവേഷൻ യൂസ് ചെയ്യാനെ വളച്ചൊടിക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു മാനിപ്പുലേറ്റർ ആണോ താൻ? അതെ, ഗെയിമിന്റെ അകത്തും പുറത്തും സിറ്റുവേഷനെ വളച്ചൊടിച്ച് യൂസ് ചെയ്യുന്ന തന്നെ പോലെ ഒരു മാനിപ്പുലേറ്റർ വേറെ ഇല്ലെന്ന് തന്നെ പറയാം അക്ബറെ.
സത്യം കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നീ ഈ രീതിയിൽ ഈ കേസിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കത്തില്ലായിരുന്നു. നീ കാണിച്ച നാറേ പരിപാടിയാണെന്നും നീ കാണിച്ചത് ഊളത്തരമാണെന്നും നിന്റെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ മണ്ടത്തരങ്ങൾ ചെയ്യാതെ. നിന്നോട് അന്ന് അവള് മാപ്പ് പറഞ്ഞു, അപ്പൊ നീ ആ മാപ്പ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പിന്നെ എന്ത് കോണാത്തിനാണ് ഈ പരിപാടി ഉണ്ടാക്കാൻ വന്നത്? നീ ഊളത്തനമല്ലടാ, ഊളത്തനം. പോട്ട് അനുമോള് അമ്മാതിരി അപരാധം ചെയ്തെങ്കിൽ നീ പറയുന്നത് അംഗീകരിക്കാം. നീ അവളുടെ പെടലിക്ക് പോയി കിടന്ന് ആന പോലെ ഇരിക്കുന്ന, നീ പോയി ആട്ടുംകുട്ടി പോലെ ഇരിക്കുന്ന അവളുടെ പെടലിക്ക് കിടന്നു, അവൾക്ക് ശ്വാസം കിട്ടാതെ കിടന്നു. അതിനെപ്പറ്റിയൊന്നും നിനക്ക് സംസാരിക്കാം ഇല്ല. ഒരു ഗെയിം ആണെങ്കിൽ കൂടി ഒരു പെണ്ണാണ് നിൽക്കുന്നത്, അതും അത്യാവശ്യം സൈസ് ചെറുതായിട്ടുള്ള ഒരു പെണ്ണാണ്. ആ പെണ്ണിനെ പിതുക്കി വെച്ചും കൊണ്ട് നീ കാണിക്കുന്ന എന്ത് ക്വാളിറ്റിയാണ്? അങ്ങനെ നീ ഒരു ഗെയിം ജയിച്ചിട്ട് നിനക്ക് എന്താണ് നേടാനുള്ളത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് എന്റെ പൊന്ന അക്ബറെ ന്യായീകരിച്ച് വളയാൻ നിൽക്കരുത്. ചുമ്മാ നാട്ടുകാരുടെ വായിലിരിക്കുന്ന കേട്ട് വാങ്ങി വയ്ക്കരുത്. ഊളത്തനങ്ങൾ പറയുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ള ഓരോ നാട്ട് പതുക്കെ പതുക്കെ വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അടുത്ത് ബിന്നിയാണ്. ബിന്നി ഞാൻ വിട്ടതാ നിങ്ങളെല്ലാവരെയും വിട്ടാണ്. പോട്ടെ, എല്ലാവരും പോയി ജീവിക്കട്ടെ. കാരണം ഏറി കയറിയൊന്നും ഒരു പരിധിയില്ല. കാണിച്ചു കൂട്ടി അവരാധനത്തിന് എല്ലാ നാട്ടുകാർ പിടിച്ച് പൊങ്കാലിട്ട് ഏറി കയറ്റി വിട്ടു. ഇപ്പോഴും വന്നിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ നൈസായിട്ട് സ്വന്തമായിട്ടൊന്ന് വെളുപ്പിക്കുകയാണ്. എന്നെ അന്ന് ബിഗ് ബോസിൽ സൈബർ അറ്റാക്ക് ചെയ്തത് ആ ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്യണം. ഇടി കയ്യിലിരിപ്പാടി, നിന്റെ കയ്യിലിരിപ്പിന് അന്ന് നാട്ടുകാരെടുത്ത് പഞ്ഞിക്കിട്ടെ. അതാദ്യം സ്വയമേ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ നോക്ക്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും. എന്തായാലും പിന്നെ പറയുന്ന വീഡിയോ ഞാൻ കൊടുക്കാം, കുറച്ച് സമയമുണ്ട്. ആദ്യത്തെ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഈ വിഷയത്തിനെ പറ്റിയിട്ട് അവളുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. വേറെ ഒരു കുഴപ്പമില്ല, ജീവിക്കട്ടെ. ഇനി നാട്ടുകാരുടെ തള്ളക്ക് വിളിയും പ്രാക്കം വാങ്ങി കൂട്ടി ഒരു അരുവയെ കൂടി പോയി ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ കേട്ടാ. ഇനിയെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കാൻ നോക്ക്. അക്ബർ, എനിക്ക് നിന്റെ അടുത്തും അത് തന്നെയാണ് പറയാനുള്ളത്. ചുമ്മാ വന്നിട്ട് നാട്ടുകാരുടെ വാലിരിക്കുന്ന കേട്ട് വീണ്ടും കയറി പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത്. പിന്നെ പറ. സോഷ്യൽ മീഡിയ തുറക്കുമ്പം സത്യം പറഞ്ഞാൽ മനസ്സിന് ഭാരം കൂടുകയാണ് ആ വാർത്ത കാണുമ്പോൾ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. ബിഗ് ബോസിൽ പോയിട്ട് വന്നുകൊണ്ട് കുറേ സോഷ്യൽ മീഡിയ അറ്റാക്സും സൈബർ ബുള്ളിങ്ങും കമന്റ്സും വീഡിയോ ഒക്കെ ഞാൻ നേരിടുന്നുണ്ട്. എനിക്ക് മനസ്സിലാവും അത് എത്രമാത്രം പുള്ളിനെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. കുഞ്ഞു ഫാമിലിയൊക്കെ ആയിട്ടുള്ള ബസ്സിൽ യാത്ര ചെയ്ത് പോകുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി, പുള്ളിനെ സംബന്ധിച്ച് പൈസക്കാട്ടിലും വില ഉണ്ടായിരിക്കും പുള്ളിയുടെ അഭിമാനത്തിന്. അതിന് ക്ഷതം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അലിഗേഷൻ, ഒരാൾ വന്നിരുന്നു റീച്ചിന് വേണ്ടിയിട്ട്, ഷിംജിത പേര് പറയാനുള്ള റീച്ച് അല്ലേ, അപ്പൊ ഷിംജിത വന്നിട്ട് റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയത് കൊണ്ട് ഒരാളുടെ ലൈഫ്, കുടുംബത്തിന്റെ തണല് എല്ലാം നഷ്ടപ്പെട്ടത്. ഷിംജിതയ്ക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ എത്ര പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അഭിമാനത്തിന് എത്രമാത്രം വില കൊടുക്കുന്നു എന്നുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷിംജിത മാത്രമല്ല ആ ആളുടെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് ഞാൻ പറയും. ഓൾ മീഡിയാസ്. ചോറ് തിന്നിട്ട് കോമൺ സെൻസ് യൂസ് ചെയ്യാൻ പറ്റാത്ത കുറെ മലയാളികൾ, കമന്റോളികൾ. സത്യം പറയാലോ, ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ കൊടുക്കുന്ന തംബ്നെയിൽ അല്ലെങ്കിൽ ആ വീഡിയോയുടെ ഒരു ഭാഗം മാത്രമല്ല സ്റ്റോറി. കുറെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ടും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുമാണ് പലരും വന്ന് പല വീഡിയോസും ചെയ്യുന്നത്. സോ അത് വിശ്വസിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി യൂസ് ചെയ്തിട്ട് അതിന്റെ എല്ലാ സ്ഥലത്തു നിന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യം ജഡ്ജ് ചെയ്യാം. ഓൾ മീഡിയാസ്, പാപ്പരാസോസ് മാത്രമല്ല അതർ മീഡിയാസ് ഉൾപ്പെടെ ഒരു പെണ്ണ് വന്നൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനെ ഏറ്റെടുത്തു. സോഷ്യൽ മീഡിയയ്ക്ക് വിട്ടുകൊടുക്കുക എന്ന് അവൾ പറഞ്ഞു, അതേപോലെ തന്നെ ഏറ്റെടുത്ത് കമന്റ് ഇട്ടവരെല്ലാം ഇതിന് ഉത്തരവാദികളാണ്. കാരണം ആ പുള്ളി 2 ദിവസം കടന്നു പോയിട്ടുള്ള മാനസികാവസ്ഥ അത്രയ്ക്കും ഒരാളെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഹേർട്ടിങ് ആയിട്ടുണ്ടായിരിക്കും. അത്രയും നിങ്ങളുടെ കമന്റ്സ്, പുള്ളിക്കാരത്തിയുടെ വീഡിയോസ് മാത്രമല്ല അതിൽ വന്ന ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ ഉൾപ്പെടെ ഒരു കാര്യത്തിന്റെ ജെന്യൂനിറ്റി അറിയാണ്ട് അത് മനസ്സിലാക്കാണ്ട് കൊടുക്കുന്ന എല്ലാ ന്യൂസ് കൊടുത്ത മീഡിയാസും അവളുമാരും ഇതിന് കാരണക്കാരാണെന്ന് ഞാൻ പറയും. ഷിംജിത ഇട്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഷിംജിതയ്ക്ക് പല ആംഗിൾ 2 ആംഗിൾ എടുത്തിട്ടാണ് ഷിംജിതയ്ക്ക് ആ ഒരു ടച്ച് കിട്ടിയത്. ഷിംജിത പറയുന്നത് മുമ്പ് നിൽക്കുന്ന കുട്ടിക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടാകുന്നത് ഷിംജിത കണ്ടു, ആ കുട്ടിയുടെ മുഖം മാറുന്നത് കണ്ടു. എന്തുകൊണ്ട് ആ കുട്ടിയെ എടുത്ത് ചോദിച്ചില്ല? എന്തുകൊണ്ട് ആ കുട്ടിയെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിച്ചില്ല? ആ കുട്ടിക്ക് ഒരു മെന്റൽ സപ്പോർട്ട് കൊടുത്താൽ ചിലപ്പോൾ ആ കുട്ടി റിയാക്ട് ചെയ്തേനെ. അത്തരത്തിലുള്ള കാര്യം അല്ലെങ്കിൽ കുട്ടിയോട് ചോദിക്കുക, അങ്ങനെ ഒരു കുട്ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയണം. ഷിംജിതയുടെ കള്ളത്തരമാണോ അത് എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഷിംജിത ആ കുട്ടിക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കിയപ്പോൾ മനസ്സിലായി ഷിംജിത അടുത്തോട്ട് ഇപ്പോൾ വരുമെന്ന്. ഉടനെ ഷിംജിത വീഡിയോ എടുക്കുന്ന പുള്ളി കണ്ടു. പുള്ളി കണ്ടിട്ടും പുള്ളി മൈൻഡ് ആക്കിയില്ല പോലും. പുള്ളി അതിന് മൈൻഡ് ആക്കണം. പുള്ളി ആ രീതിയിൽ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ടല്ലേ മൈൻഡ് ആക്കാത്തത്. ആ രീതിയിൽ ചിന്തിക്കുന്ന തെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ക്യാമറ ഓൺ ആക്കി വെച്ചതിന് ശേഷം അത് കണ്ടിട്ടും ആ തെറ്റ് ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ പൊട്ടനാ. ഷിംജിത എന്താ പറയണ? ഷിംജിത ഏത് സൈക്കോളജിയാണ് പഠിച്ചത്? ഏത് സൈക്കോളജി അനുസരിച്ചിട്ടാണ് ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു ഞരമ്പ് രോഗി ക്യാമറ ഓണാക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ടും വീണ്ടും അതേ കൃത്യം വീണ്ടും ഇത്ര പബ്ലിക്കിൽ നിന്ന് ചെയ്യാൻ ധൈര്യപ്പെടുക? കാരണം പുള്ളി അത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പുള്ളി അതിനെ മൈൻഡ് ആക്കാത്തത്. ഷിംജിത തന്നെ അത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട്
ഷിംജിത ഈ വീഡിയോ എടുക്കുമ്പം പുള്ളിയുടെ പുറയിലല്ല കണ്ണ്, നമുക്കൊക്കെ മുഖത്ത് ഫ്രണ്ടില്ല, ഷിംജിതയ്ക്ക് മുഖത്താന്ന് തോന്നുന്നു കണ്ണ് വെച്ചിരിക്കുക അല്ലേ. അപ്പൊ ആ പുള്ളി കാണുന്നില്ല പുറയിൽ എന്താ ഷിംജിതയുടെ ഏത് ബോഡി പാർട്ടാണ് നിൽക്കുന്നത് എന്നുള്ള പുള്ളി കാണുന്നില്ല. പക്ഷെ ഷിംജിതയ്ക്ക് അറിയാം ബസ്സാണ് ഷേക്കാവും, തൊട്ടടുത്ത് നിൽക്കാൻ തിക്കും തിരക്കുള്ള ബസ്സാണ്. അപ്പൊ ഷിംജിതയ്ക്ക് കാണാൻ പറ്റുമല്ലോ പുള്ളിയുടെ കൈ വരുന്നത്. ഷിംജിതന് ക്യാമറയും പിടിച്ചിട്ടുണ്ട് കാണാനായിട്ട്, അപ്പൊ വ്യക്തമായിട്ട് കാണാമല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഷിംജിത മാറിയില്ല? അപ്പൊ ഷിംജിത മാറാണ്ട് ഷിംജിത ഒരാളെ കുറ്റം പറയരുത്. ഷിംജിതയ്ക്ക് മാറായിരുന്നു, അതോ ഷിംജിതയ്ക്ക് അത് ക്യാപ്ചർ ചെയ്യണമായിരുന്നു, അതുകൊണ്ട് ഷിംജിത നിന്ന് കൊടുത്തതാണ്. എനിക്കങ്ങനെ കണ്ടിട്ട് മനസ്സിലായത്. അത്ര നേരം 2 ആംഗിൾ എടുത്തിട്ടും അത്ര കിട്ടി. ആ ഒരു വീഡിയോയിൽ ആ പുള്ളിയുടെ 2 കൈയും, ഒരു കയ്യിൽ ബാഗാണ്, മറ്റേ കൈയാണ് പുള്ളിയുടെ മൊബൈൽ എന്തോ നോക്കുന്ന പോലെ തോന്നി. 2 കൈയും എവിടെയും പിടിച്ചിട്ടില്ല. ബസ്സിൽ തിക്കും തിരക്കും പിടിക്കാതെ നിന്ന് ആ ഒരു മൊമെന്റിലാണ് ആ ഒരു ഷേക്ക് വന്നിട്ടുള്ളതും ടച്ച് ആയിട്ടുള്ളതും. അപ്പം അത്രയും ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യണം, അപ്പം റിയാക്ട് ചെയ്യണം. അപ്പം റിയാക്ട് ചെയ്യാതെ വീഡിയോ എടുത്തിരിക്കുക. വീഡിയോ എടുക്കുമ്പോൾ ഉള്ള ഷിംജിതയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ, വർണ്ണിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കൊക്കെ ഒരാളെ സെക്ഷുവലി ഒന്ന് നോക്കിയാൽ അല്ലെങ്കിൽ അർത്ഥം മാറ്റി ഒന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന പ്രായവും പക്വതയൊക്കെ എത്തിയവരാണ്. അപ്പം അത്തരത്തിലുള്ള ടച്ച് വരുമ്പോഴും നമ്മുടെ ഫേസ് മാറും. ഒന്നെങ്കിൽ നമുക്ക് ദേഷ്യം വരും, നല്ല ദേഷ്യം വരും, അല്ലെങ്കിൽ നമുക്ക് എന്താ ഭയങ്കര ഫ്രീസായി പോകും. ചില കുട്ടികളൊക്കെ ആണെങ്കിൽ ഫ്രീസായി പോകും, അല്ലെങ്കിൽ അത്രയും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഭയങ്കര ഒക്കെ ഒരു ഫീലാണ്. ആ ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിരുന്നോ ഷിംജിതയുടെ വീഡിയോയിൽ ലാസ്റ്റ് അത് കിട്ടിയതിന് ശേഷം ഒരു ചിരിയുണ്ട്, ചെറിയൊരു പുഞ്ചിരി. ആ കിട്ടിയല്ലോ, റീച്ച് ആവാനുള്ള കണ്ടന്റ് ആയി എന്നുള്ളൊരു സംഭവം ഉണ്ട് അതിൽ. ഒന്നും പറയാനില്ല കേട്ടോ. ഇത്തരത്തിൽ കണ്ടന്റ് ഉണ്ടാക്കി ഒരാളുടെ ജീവിതം നശിപ്പിച്ച് ആ ഒരു കുടുംബത്തിനെ വഴിയാധാരമാക്കിയിട്ട് റീച്ച് അവളുമാരോടും എനിക്ക് പറയാനുള്ളത്, ഈ കണ്ടന്റ് റീഷെയർ ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കി അരി വാങ്ങിക്കുന്ന കുറെ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഉണ്ടല്ലോ, ഇതിന് ആദ്യം വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത കുറെ മീഡിയാസ് ഉണ്ടല്ലോ. ഇനി എത്ര ദീപക്മാര് വരും? ഇത് 2 ദിവസം കഴിയുമ്പോൾ കഴിയുമല്ലോ, അടുത്ത കണ്ടന്റ് ആവുമല്ലോ ബാക്കിയുള്ളവർക്ക്. ഇത് 2 ദിവസം കഴിയുമ്പോൾ കഴിഞ്ഞു, അടുത്ത കണ്ടന്റ് ആയി. പിന്നെ ആരുടെയും നെഞ്ചത്ത് പോയി ആരെയും ആത്മഹത്യ ചെയ്യുന്നത് വരെ ഇതിങ്ങനെ തുടർന്നു പോകും. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇതിന് പ്രത്യേകിച്ച് നമ്മുടെ ലോയൽ ബ്രോ പറയുന്ന കേട്ടു ഇതൊക്കെ ആത്മഹത്യാ ശ്രമത്തിലേക്ക് എത്തിച്ചു എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ തന്നെ ഒത്തിരി തെളിവുകളും കാര്യങ്ങളും ഒക്കെ വേണമെന്ന് പറയുന്ന കേട്ടു. സോ ഇതറിയില്ല എങ്ങനെയാവും ഇതിന്റെ വിധി കാര്യങ്ങൾ എന്നൊക്കെ. പക്ഷെ ഇത്തരത്തിൽ ചീപ്പായിട്ട് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ അലിഗേഷൻസ് പറയുന്ന പെണ്ണായാലും ആണായാലും സോഷ്യൽ മീഡിയയിൽ വരുമ്പം നിങ്ങൾ കാണുന്ന വ്യൂവേഴ്സ് കുറച്ച് ബുദ്ധിയും ബോധവും യൂസ് ചെയ്തിട്ട് എന്റെ 2 ഭാഗവും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരാൾ പറയുന്ന കേട്ട ഉടനെ അതിന് റിയാക്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ജെന്യുവൻ കേസ് ആണോ എന്ന് മനസ്സിലാക്കുക. ഇതുകൊണ്ട് നഷ്ടം വരുന്നത് ശരിക്കുമുള്ള വിക്ടിംസിനാണ്. അപ്പൊ ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി എന്ത് ധൈര്യത്തിൽ ഫോൺ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യും? എങ്ങനെ ഒരാൾക്ക് ധൈര്യത്തോടെ ഇനി പ്രതികരിക്കാൻ പറ്റും? ഷിംജിത ഇത്രയും വലിയ കാര്യങ്ങൾ സംഭാവനകളൊക്കെയാണ് കേട്ടോ സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇനിയും ഷിംജിതയെ സപ്പോർട്ട് ചെയ്ത കുറെ ഫോളോവേഴ്സും കുറെ വീഡിയോ ചെയ്യുന്നവന്മാരും ഉണ്ടല്ലോ. സമ്മതിച്ചു നിങ്ങളുടെ മെന്റാലിറ്റി കാര്യങ്ങൾ. വേറൊരു പെൺകുട്ടി, എന്റെ പേര് മറന്നു, ഞാൻ കാണിക്കാതെ. ഇത്രനാൾ വിക്ടിംസ് ആണ് മരിച്ചത്, ഇനിയിപ്പം ഇങ്ങനത്തെ ചെയ്യുന്ന ഞരമ്പന്മാരും ഒരാൾക്കെതിരെ അങ്ങനത്തെ ഒരു റൈറ്റപ്സ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടുക എന്ത് മനസ്സിലാക്കി വെച്ചിട്ടാണ്? എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് പറയണ്ടേ? എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് പറയാം. ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു പോകുമ്പോൾ വളരെ എളുപ്പമാണ്. അത് ആൾ ഇന്നസെന്റ് ആണ് പ്രൂവ് ചെയ്യാനായിട്ടാണ് ഏറ്റവും പാട്. സോ ഡോണ്ട് ഡു ദാറ്റ്. ഒന്നും പറയാനില്ല. വരുന്ന കലിപ്പിനെ എത്രയിൽ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ പറഞ്ഞ കാര്യങ്ങളും പോയിന്റ് ഒക്കെ കറക്റ്റ് ആണ്. പക്ഷെ പിന്നെ നിന്റെ ബിഗ് ബോസുമായിട്ട് നീ കമ്പയർ ചെയ്യില്ല, കണക്ട് ചെയ്യില്ല. ഞാൻ വളരെ സ്നേഹത്തോടെയാണ് പറയുന്നത്, കണക്ട് ചെയ്യരുത്. കാരണം അവിടെ നീ കാട്ടിക്കൂട്ടിയതാണ് നീ വെളിയിൽ അനുഭവിച്ചത്. ഇല്ലെന്ന് ആരെങ്കിലും പറയട്ടെ, നീ അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയൊക്കെ നീ പുറത്തു വന്ന് കണ്ടു നോക്ക്. കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയതുകൊണ്ടാണ് നിന്റെ നാട്ടുകാരെ എടുത്തിട്ട് പൊങ്കാലിട്ട് പഞ്ഞി കിട്ടത്. ദയവ് ചെയ്തിട്ട് ഇനിയും വായിരിക്കുന്ന കേൾക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാക്കി വെക്കരുത്. പിന്നെ നീ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉള്ള വെച്ചാണ്. പക്ഷെ മറ്റവനെ സപ്പോർട്ട് ചെയ്തില്ല, അക്ബറിന്. സീരിയസ്ലി വെറും ഊളായിപ്പോയി, ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരുത്തനായിപ്പോയി അക്ബർ. ഈ ഒരു വിഷയം ആ ഒരു വിഷയമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാൻ നീ കാണിച്ച ആ മൈൻഡ് സെറ്റാണ് ഞാൻ നിന്നെ അഭിനന്ദിച്ചിരിക്കുന്നു. നിന്റെ മറ്റേ കേസ് എന്തായി? ചാറ്റ് കേസ്, ടിൻഡർ, അത് പറയടാ അക്ബറെ. അതിനെ പറ്റിയിട്ട് നീ 2 വാക്ക് പറ. ഹോ, കൊണയടിക്ക് ഒരു കുറവില്ല. അതിനെ പറ്റിയിട്ടൊന്നും വീഡിയോ ഇടുക ഒന്നുമില്ല കേട്ടോ. ഒരു പോസ്റ്റിലങ്ങ് ഒതുക്കി കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയില്ല. എന്നാലും ഞാൻ പറഞ്ഞടാ അന്ന് പരസ്പര കൺസെന്റോടെയൊക്കെ ആണെങ്കിൽ ഓക്കെ. പിന്നെ ടിൻഡർ പോലത്തെ ആപ്പിൽ വന്നിട്ട് അപരാധ പരിപാടി അവൻ ചെയ്തെങ്കിൽ ഓപ്പോസിറ്റ് ഇരുന്ന പെണ്ണും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞു. ഇനി അക്ബർ ഇനിയിപ്പോ സിംഗിൾ ആയിരുന്നെങ്കിൽ ഞാൻ അതിനെ വലുതായിട്ടൊന്നും പറയാൻ നിൽക്കില്ല. അവനൊരു റിലേഷൻ ഉണ്ട്, ഭാര്യയുണ്ട്. ആ സ്ഥിതിക്ക് ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കാതിരിക്കുക. നമ്മൾ സിംഗിൾ ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ കുളത്തനങ്ങൾ കാണിക്കുക. അത് ശരിയാണെന്ന് വാദിക്കുകയല്ല ഞാൻ ചെയ്യുന്ന, എങ്കിലും കാണിക്കുക. നമുക്കത് പോട്ട് പുല്ലെന്തെങ്കിലും വയ്ക്കാം. അല്ലാണ്ട് ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ അതിനെ തേച്ചും കൊണ്ടുള്ള പരിപാടി ചെയ്യരുത്. ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടാ അക്ബർ, ഇങ്ങനെ ചീഞ്ഞളിയാൻ നിനക്ക് ഉളുപ്പില്ലേടെ? അവസരം മുതലാക്കുന്ന നിന്നെ പോലുള്ളവന്മാരാണ് ഈ നാടിന് ശാപോടെ. സത്യം ഉള്ള കാര്യം പറയാം. പിന്നെ നീ അതുപോലെ നീ വീഡിയോ ഒക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ
ആ സ്റ്റേറ്റ്മെന്റായിട്ട് കണക്ട് ചെയ്യില്ല കേട്ടോ. അത് കണക്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് പൊട്ടി ഒരുമാതിരി. ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ മൈൻഡിൽ കൂടി പോയി. നീ അവിടെ കാണിച്ചു കൂട്ടിയതിനാണ് നാട്ടുകാർ നിന്നെ പഞ്ഞി കിട്ടിയിട്ടുള്ളൂ. ആ സാമാന്യ ബോധം നിനക്കുണ്ടാവട്ടെ. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ആണ്.